ചൂടുകാലമായതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപയോഗവും ഒരുപാട് കൂടും. അതുകൊണ്ട് തന്നെ 2 മാസത്തെ ഉപയോഗം 500 യൂണിറ്റിൽ താഴെ നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് നഷ്ടമാകുന്നത് ഏകദേശം 651 രൂപയാണ്. ഇത് ഒരു യൂണിറ്റിന്റെ വ്യത്യാസത്തിലാണെന്ന് ആലോചിക്കണം. കുറച്ചുകൂടി വ്യക്തമായി പറയാം, ഇത് KSEBയുടെ സൈറ്റിലെ ബിൽ കാൽക്കുലേറ്റർ ആണ്. ഇതിൽ ഉപയോഗിച്ച യൂണിറ്റ് 500 അടിച്ചതിന് ശേഷം സബ്മിറ്റ് കൊടുത്താൽ നമ്മൾ അടയ്ക്കേണ്ട തുക താഴെ കാണിക്കും. ഇപ്പോൾ 500 യൂണിറ്റിന് 3487 രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത്. ഇനി 501 യൂണിറ്റ് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ അടയ്ക്കേണ്ട തുക എല്ലാ ചാർജുകളും കൂട്ടി 4138 രൂപയാണ്. ഇപ്പോൾ നമുക്ക് 651 രൂപയുടെ ഡിഫറൻസ് വന്നു. ഇത് വെറും ഒരു യൂണിറ്റിന്റെ വ്യത്യാസം കൊണ്ടാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് KSEB മീറ്റർ റീഡിംഗ് എടുക്കുന്നത് എങ്ങനെയാണെന്നും അതുപോലെ സ്ലാബ് അടിസ്ഥാനത്തിൽ ബിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതും മനസ്സിലാക്കിയാൽ നമുക്ക് കുറച്ച് രൂപയെങ്കിലും ലാഭിക്കാം. ആദ്യം നമുക്ക് KSEB മീറ്റർ റീഡിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിലെ മീറ്ററുകളിൽ സ്ക്രോൾ ബാറ്ററി എന്നെഴുതിയിട്ടുള്ള ഒരു സ്വിച്ച് ഉണ്ടാവും. ആ സ്വിച്ചിൽ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്പ്ലേ സ്ക്രോൾ ചെയ്യേണ്ടത്. അതിൽ ബാറ്ററി എന്ന് എഴുതിയിരിക്കുന്നത് വീട്ടിൽ സപ്ലൈ ഇല്ലാത്ത സമയത്ത് മീറ്ററിന്റെ ഇന്റേണൽ ബാറ്ററി ഉപയോഗിച്ച് ഡിസ്പ്ലേ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഡിസ്പ്ലേയുടെ ആദ്യം തന്നെ എല്ലാം 8 എന്ന അക്കത്തിലുള്ള ഒരു പേജ് ആയിരിക്കും കാണുക. പിന്നീട് പ്രസ് ചെയ്യുമ്പോൾ ബി ഗുഡ് എന്ന് കാണാൻ, അതായത് ബാറ്ററി ഗുഡ് എന്നാണ് അർത്ഥം. പിന്നീട് ടൈമും പിന്നീട് ഡേറ്റും കാണിക്കുന്നു. അതിനുശേഷം നമുക്ക് ലൈനിലെ വോൾട്ടേജ് ആണ് കാണിക്കുന്നത്. ഇതിൽ ഏകദേശം 200-210 വോൾട്ട് മുതൽ 240 വോൾട്ട് വരെ അത്യാവശ്യം നല്ല വോൾട്ടേജ് ആണ്. അടുത്ത പേജിൽ എ എന്നെഴുതിയിരിക്കുന്ന റീഡിംഗ് നമ്മൾ റീഡിംഗ് നോക്കുന്ന സമയത്ത് എത്ര ആംപിയർ കറണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അടുത്തത് പവർ ഫാക്ടർ ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് ഏത് പവർ ഫാക്ടറിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് PF. ഇതിലിപ്പോൾ 0.99 ആണ്. ഇത് നല്ലൊരു വാല്യൂ ആണ്. 1 കിട്ടിയാൽ അത്രയും നല്ലത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ലോഡിനനുസരിച്ച് വ്യത്യാസം വരാം. 0.8 മുതൽ 1 വരെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അടുത്തത് KW ആണ്. നമ്മളിപ്പോൾ എത്ര കിലോവാട്ട് പവർ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതിന്റെ അളവാണ്. അടുത്തത് KWH T1 അല്ലെങ്കിൽ C1 എന്നൊക്കെ കാണാം. ഇങ്ങനെ T1, T2, T3 അല്ലെങ്കിൽ C1, C2, C3 എന്ന് കാണിക്കുന്നത് നമ്മുടെ മീറ്റർ TOD മീറ്റർ ആയതുകൊണ്ടാണ്, അതായത് ടൈം ഓഫ് ഡേ മീറ്റർ. എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ പർപ്പസിനും പ്രതിമാസം 250 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്ന വീടുകളിലെയും കറണ്ടിന്റെ അളവ് നമ്മുടെ ഒരു ദിവസത്തെ 24 മണിക്കൂറിനെ 3 ടൈം സോൺ ആക്കി തിരിച്ചുകൊണ്ടാണ് ബിൽ ചെയ്യുന്നത്. ഇതിൽ T1 എന്ന് പറയുന്നത് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയുള്ള സമയവും ഈ സമയത്തെ ഉപയോഗത്തിന് KSEB 10% ഡിസ്കൗണ്ട് നൽകുന്നുണ്ട്. അതായത് 100 രൂപ ബില്ല് വരുമ്പോൾ നമുക്ക് അതിൽ 10 രൂപ ഇളവ് ലഭിക്കും. T2 എന്നുള്ളത് 6 മുതൽ 10 വരെയും ഈ സമയത്തെയാണ് KSEB പീക്ക് ടൈമായി കണക്കാക്കുന്നത്. ഈ സമയത്തെ ഉപയോഗത്തിനുള്ള കറണ്ട് ചാർജ് നമുക്ക് 25% അധികം വരും. അതായത് 100 രൂപയ്ക്ക് കറണ്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ 25 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ വൈകിട്ട് 6 മുതൽ 10 വരെയുള്ള ഉപയോഗം മാക്സിമം കുറയ്ക്കുന്നതാണ് നല്ലത്. T3 എന്നുള്ളത് 10 മുതൽ രാവിലെ 6 മണി വരെയും ആണ്. ഈ സമയത്തെ ഉപയോഗത്തിന് നോർമൽ റേറ്റ് ആണ് ഈടാക്കുന്നത്. ഇങ്ങനെയുള്ള ബില്ലിംഗ് നടക്കുന്നത് പ്രതിമാസം 250 യൂണിറ്റ് അല്ലെങ്കിൽ 2 മാസത്തിൽ 500 യൂണിറ്റിന് മുകളിൽ വരുന്ന വീടുകൾക്കാണ്. ഇതിന് താഴെ യൂണിറ്റ് വരുന്നവർക്ക് നിലവിൽ നോർമൽ ബില്ലിംഗ് തന്നെയാണ് നടക്കുന്നത്. ഇതിൽ നമുക്ക് എടുക്കേണ്ട റീഡിംഗ് T1, T2, T3 കഴിഞ്ഞു വരുന്ന KWH ആണ്. ഇത് T1, T2, T3 ഇത് മൂന്നും കൂടി കൂട്ടിയാൽ കിട്ടുന്ന യൂണിറ്റ് ആണ്. ഇതിപ്പോൾ 3850. ഇനി ഇതിന് തൊട്ടു മുന്നിലെ ബില്ലിലെ റീഡിംഗ് എത്രയാണെന്ന് നോക്കി ആ റീഡിംഗ് ഇതിൽ നിന്ന് കുറച്ചാൽ കഴിഞ്ഞ ബിൽ ഡേറ്റ് മുതൽ ഇപ്പോൾ വരെ ഉപയോഗിച്ച യൂണിറ്റിന്റെ അളവ് ലഭിക്കും. ഇപ്പോൾ എനിക്ക് കിട്ടിയത് 320 യൂണിറ്റ് ആണ്. ഈ 320 യൂണിറ്റ് KSEB സ്ലാബ് അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ KSEBയുടെ സൈറ്റിൽ ബിൽ കാൽക്കുലേറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം. അത് വെച്ച് ഞാൻ ഉപയോഗിച്ച 320 യൂണിറ്റിന് KSEB എത്ര ചാർജ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ലിങ്കിൽ കയറുമ്പോൾ ഇതുപോലൊരു പേജ് ആയിരിക്കും ലഭിക്കുക. ഇതിൽ ഏറ്റവും മുകളിൽ നമുക്ക് താരിഫ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് LT1A എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. ഇലക്ട്രിസിറ്റി ബില്ലിൽ നിങ്ങളുടെ താരിഫ് ഏതാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് നോക്കി ഇവിടെ എൻ്റർ ചെയ്യുക. അതിന് താഴെ നിങ്ങളുടെ കണക്ഷൻ ഏത് ടൈപ്പ് ആണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്. ഇനി നമ്മുടെ ബിൽ സൈക്കിൾ ഏതാണെന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ 2 മന്ത്സിന്റെ ബില്ലാണ് KSEB നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 മന്ത് സെലക്ട് ചെയ്തു. ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഇത് മാറ്റം വരാം. തൊട്ട് താഴെയുള്ള കൺസ്യൂമഡ് യൂണിറ്റ് എന്നുള്ള കോളത്തിൽ നമ്മൾ ഉപയോഗിച്ച യൂണിറ്റിന്റെ അളവ് രേഖപ്പെടുത്താം. എനിക്ക് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 320 യൂണിറ്റ് ആണ് ലഭിച്ചത്. ഞാനത് എൻ്റർ ചെയ്തു. താഴെ സിംഗിൾ ഫേസ് ആണോ 3 ഫേസ് ആണോ എന്നുള്ളത് രേഖപ്പെടുത്തണം. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബിൽ ഡീറ്റെയിൽസ് ലഭിക്കും. ഇതിൽ ഏറ്റവും മുകളിൽ എനർജി ചാർജ് എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിച്ച യൂണിറ്റിനുള്ള ചാർജ്. പിന്നെ ഡ്യൂട്ടി, ഫ്യൂവൽ സർചാർജ്, ഫിക്സഡ് ചാർജ്, മീറ്റർ റെന്റ് എന്നിങ്ങനെയുള്ള എല്ലാ ചാർജും കൂട്ടി അവസാനം ടോട്ടൽ എമൗണ്ട് എഴുതിയിരിക്കുന്നു. ഈ എമൗണ്ട് ആണ് നമ്മൾ പേ ചെയ്യേണ്ടത്. എന്റെ ഉപയോഗം 2 മാസത്തിൽ 500 യൂണിറ്റിന് താഴെ ആയതിനാൽ സ്ലാബ് അടിസ്ഥാനത്തിലാണ് ബിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ വ്യൂ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ
നമ്മൾ ഉപയോഗിച്ച യൂണിറ്റ് സ്ലാബ് അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. എനിക്കിവിടെ ആദ്യത്തെ 100 യൂണിറ്റിന് 3 രൂപ 35 പൈസ വെച്ച് ടോട്ടൽ 335 രൂപയും അതിനുശേഷമുള്ള 100 യൂണിറ്റിന് 4 രൂപ 25 പൈസ വെച്ച് 425 രൂപയും അതിനുശേഷമുള്ള 100 യൂണിറ്റിന് 5 രൂപ 35 പൈസ വെച്ച് 535 രൂപയും ഇനി 320 യൂണിറ്റിൽ ബാക്കിയുള്ള 20 യൂണിറ്റിന് 7 രൂപ 20 പൈസ വെച്ച് 144 രൂപയുമാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ടോട്ടൽ എമൗണ്ട് താഴെ 1427 രൂപയാണ് എനർജി ചാർജായി വന്നിരിക്കുന്നത്. ഇനി 2 മാസത്തെ ഉപയോഗം 500 യൂണിറ്റിന് മുകളിൽ വരികയാണെങ്കിൽ ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റിനും 6 രൂപ 75 പൈസ വെച്ച് നൽകേണ്ടി വരും. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ 651 രൂപയുടെ ഡിഫറൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവർക്കും മീറ്റർ റീഡിംഗ് എടുക്കാനും അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.